നമസ്കാരം. അങ്ങിങ്ങായി വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂടിന് ഒരു കുറവുമില്ല. താപനില ഉയർന്നു തന്നെ തുടരുന്നു. ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ചൂട് കടുത്തതോടെ ഒരു വശത്ത് സൂര്യാഘാതം ദുരന്തമായി മാറുന്നു, മറുവശത്ത് ചൂട് അസഹ്യമായതോടെ പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്ക് എത്തിത്തുടങ്ങിയതോടെ പല ജീവനുകളും പൊലിഞ്ഞു. പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുന്നു. പെട്ടെന്നെത്തിക്കുന്ന ആശുപത്രികളിൽ ആന്റിവനം ഇല്ലാത്തത് മറ്റൊരു ദുരിതമായി മാറുന്നു. ഇനി ഇതിനൊരു പരിഹാരവുമായി സർക്കാർ ഇന്ന് രംഗത്തെത്തിയതും ആശ്വാസ വാർത്തയാണ്. പാമ്പ് കടിയേറ്റാൽ 108 വിളിക്കണം. പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളോടെ ആവശ്യമായ ജീവനക്കാരുമായി ആംബുലൻസ് എത്തും. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആന്റിവനവും ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലും എത്തിക്കും. ചികിത്സ ഉറപ്പാക്കി ജീവൻ രക്ഷിക്കും. പാമ്പ് ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാവരും കൂടുതൽ ജാഗ്രത പാലിച്ചേ മതിയാകൂ. ഒപ്പം ചൂടിലും ഒരു കരുതൽ വേണം. ടോപ് 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. മലപ്പുറത്ത് 5 പേർക്ക് കൂടി സൂര്യാഘാതമേറ്റു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറം ജോലികൾ ഒഴിവാക്കാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം. കനത്ത ചൂടിന് ആശ്വാസമായി കോഴിക്കോട് വേനൽ മഴ. ചാത്തമംഗലം, മുക്കം, തിരുവമ്പാടി മേഖലകളിൽ കനത്ത മഴ. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റു മരണം കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. പാമ്പ് കടിയേറ്റാൽ ആന്റിവനമുള്ള ആശുപത്രികൾ തേടി സമയം കളയരുതെന്നും കനിവ് 108 പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ലഭിക്കുമെന്നും ആരോഗ്യ വകുപ്പ്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റു മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനയിൽ പാമ്പുകളെ കണ്ടെത്താനായില്ല. ചിറയൻകീഴിലെ 8 വയസ്സുകാരന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വീണ്ടും വിവാദം. തർക്കം തുടരുന്നതിനിടെ മലപ്പുറത്ത് VD സതീഷിനെ നിയുക്ത മുഖ്യമന്ത്രിയായി അഭിവാദ്യം ചെയ്ത് ഫ്ലെക്സ് ബോർഡ്. കോൺഗ്രസ് തർക്കത്തിൽ മുസ്ലിം ലീഗിനും അതൃപ്തി. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനം 4-ാം തീയതി എടുക്കുമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ. യോഗ്യതയില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മോഹിക്കുന്നവർ ആരൊക്കെയെന്ന് ഫലപ്രഖ്യാപനത്തിന് ശേഷം വെളിപ്പെടുത്തുമെന്ന് അജയ് തറയിൽ. ആം ആദ്മി പാർട്ടിയിൽ പിളർപ്പ്. രാജ്യസഭാംഗം രാഘവ് ചദ്ദ ഉൾപ്പെടെ 3 MP-മാർ BJP-യിൽ ചേർന്നു. ചതിയെന്നും രാഘവ് ചദ്ദയ്ക്ക് ഓഫർ കേന്ദ്രമന്ത്രി സ്ഥാനമെന്നും AAP. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ പാർട്ടികൾ. 73 പ്രതിപക്ഷ MP-മാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. പശ്ചിമബംഗാളിലെ റെക്കോർഡ് പോളിംഗിൽ വാക്പോരുമായി BJP-യും TMC-യും. TMC-ക്ക് 1 സീറ്റ് പോലും കിട്ടില്ലെന്നും കൊള്ളക്കാരുടെ ഭരണം മെയ് 4-ന് അവസാനിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പോളിംഗ് നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമെന്നും BJP തകർന്നടിയുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി. പരിഹാരമാകാതെ പശ്ചിമേഷ്യയിൽ സംഘർഷം. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസ് ചർച്ചകൾക്ക് ശേഷം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടിയതായി US. ഹോർമുസിലേക്ക് 5000 സൈനികരുമായി USS ജോർജ് W. ബുഷ് വിമാനവാഹിനി കപ്പൽ. ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനും റഷ്യയും ഒമാനും സന്ദർശിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ 1 മരണം കൂടി. മരിച്ചത് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീശൻ. ദുരന്തത്തിൽ മരണം 15ആയി. അപകടത്തിൽപ്പെട്ടത് 38 പേരെന്ന് മന്ത്രി VN വാസവൻ. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 206 റൺസ് വിജയലക്ഷ്യം. സായി സുദർശന് സെഞ്ചുറി. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറത്തി. സംഭവം അതീവ ഗൗരവതരമെന്ന് ഹൈക്കോടതിയെ അറിയിച്ച സ്പെഷ്യൽ കമ്മീഷണർ. പമ്പ പോലീസ് കേസെടുത്തു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശ മാറി സഞ്ചരിച്ചതാണെന്ന് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. സ്റ്റോറി ഓഫ് ദ ഡേ. കാൽപന്തിന്റെ ആവേശത്തിൽ മലപ്പുറം.
വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. പാലക്കാടും തൃശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. പകൽ സമയത്തെ നിയന്ത്രണം, ചൂടിനെ നേരിടാനുള്ള നടപടികളൊക്കെ തന്നെയും ചർച്ചയാകും. മലപ്പുറത്ത് 5 പേർക്കും കോട്ടയത്ത് വൈക്കത്ത് വീട്ടമ്മയ്ക്കും ഇന്ന് സൂര്യാതപമേറ്റു. അതേസമയം പുറം ജോലിക്കാർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം തൊഴിലുടമകൾ പാലിക്കുന്നില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് പ്രതികരിച്ചു. സംസ്ഥാനത്താകെ പൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. പാലക്കാടും തൃശൂരും നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. കേരളത്തിൽ ഞായറാഴ്ച വരെ താപനില കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസായി ഉയരും. തൃശൂർ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുക. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. പൊള്ളുന്ന വേനൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിൽ സമയ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഈ സമയക്രമം കൃത്യമായി പാലിക്കണമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മുന്നറിയിപ്പ് നൽകി. നിർദ്ദേശം വന്നതിന് ശേഷം ഒരുവിധം എല്ലാവരും തന്നെ അത് പാലിച്ചിട്ടുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടി പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പം കൂളിംഗ് സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് 5 പേർക്ക് കൂടി സൂര്യതാപമേറ്റു. ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ 14 പേരാണ് സൂര്യതാപമേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കോട്ടയം വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെ വീട്ടമ്മയ്ക്ക് സൂര്യതാപമേറ്റു. വൈക്കം സ്വദേശി വിജി ഇന്ദ്രപാലനാണ് സൂര്യതാപമേറ്റത്. മുഖത്തും കഴുത്തിലും കൈകളിലും പൊള്ളലേറ്റതോടെ വിജി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് സൂര്യാഘാതമേക്കുന്നതിൽ കുറവില്ല. ഇന്ന് മലപ്പുറത്ത് 5 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ 14 പേരാണ് സൂര്യാഘാതമേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറത്ത് 3 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്കാണ് ഇന്ന് സൂര്യാതപമേറ്റത്. ഇതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ സൂര്യാതപമേറ്റവരുടെ എണ്ണം 14ആയി. വളാഞ്ചേരി പൈങ്കണ്ണൂർ സ്വദേശി പ്രമോദിന്റെയും സനിലയുടെയും മക്കളായ 5 വയസ്സുകാരനായ മൃദുൽ കൃഷ്ണ, 3 വയസ്സുകാരി മഹൽഹാർ, തിരൂരങ്ങാടി വട്ടപ്പറമ്പ് അസീസിന്റെ മകൻ 8 വയസ്സുകാരൻ അഫ്നാൻ, മങ്കട പുളിക്കൽപ്പറമ്പ് പാറക്കൽ മോഹൻദാസ്, കരിപ്പൂർ സ്വദേശി അഖിൽ എന്നിവർക്കാണ് ഏറ്റവും ഒടുവിൽ സൂര്യാതപമേറ്റത്. വളാഞ്ചേരി സ്വദേശികളായ കുട്ടികളുടെ കഴുത്തിലും വയറിലും പുറംഭാഗത്തും കുരുക്കളും നിറവ്യത്യാസവും ചൊറിച്ചിലും അനുഭവപ്പെട്ടതോടെ ചിക്കൻ ബോക്സ് ആണെന്ന് കരുതിയാണ് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിലാണ് സൂര്യാതപമേറ്റതാണെന്ന് വ്യക്തമായത്. അങ്ങനെ വെയിലത്തുകൂടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഓടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഒരു പുളകമായിട്ടാണ് ആദ്യം വന്നത്. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വലുതായ ഒരു പുളക പൊട്ടിയിട്ട് വലിയ മുറിയ പോലെയാണ് കണ്ടത്. ചെമ്മാട് വാഹനം കാത്തുനിൽക്കുന്നതിനിടെയാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്നാന് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരി ഐസ ജോണിനും സൂര്യാതപമേറ്റിരുന്നു. കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പ് സ്വദേശിയായ അഖിലിന് മരപ്പണിക്കിടെയാണ് വയറിൽ സൂര്യാതപമേറ്റത്. കടുത്ത ചൂടിൽ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി പറഞ്ഞു. കുട്ടികൾക്കിപ്പം അവധിക്കാലമാണ്, കളിക്കാൻ പുറത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടാതിരിക്കുക. പോകേണ്ടി വരികയാണെങ്കിൽ തന്നെ സൂര്യൻ്റെ പ്രകാശം ഏൽക്കാതിരിക്കുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി കുട ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരമാവധി തണലത്ത് നിൽക്കുക, ഷെയ്ഡിൽ നിൽക്കുക എന്നുള്ളതും ഇളം നിറത്തിലുള്ള ലൂസായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമൃത ന്യൂസ്, മലപ്പുറം. കൊടും ചൂടിന് ആശ്വാസമായി കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വേനൽ മഴ. മുക്കം, ചാത്തമംഗലം, മാവൂർ മേഖലകളിലാണ് മഴ പെയ്തത്. അതിനിടെ താമരശ്ശേരി മുക്കം റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന മരം മുറിച്ചുമാറ്റി. സ്ഥലത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്.
തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരണസംഖ്യ ഉയരുമ്പോൾ ആരോഗ്യ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. പാമ്പ് കടിയേറ്റാൽ ആന്റിവെനമുള്ള ആശുപത്രികൾ തേടി സമയം കളയരുതെന്നും കനിവ് 108 വിളിച്ചാൽ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ലഭ്യമാകുമെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ആന്റിവെനം ലഭ്യമായ ആശുപത്രികളുടെ പട്ടിക 108 ആംബുലൻസ് ടീമിന് കൈമാറിയതായും കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുമെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. ആശുപത്രികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകാൻ പാടില്ലെന്ന് DMOമാരുടെ യോഗത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ആന്റിവെനം നൽകുന്നതിലും വീഴ്ച പാടില്ല. സംസ്ഥാനത്ത് പാമ്പ് കടിയേൽക്കുന്നതും മരണനിരക്കും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത്. പാമ്പ് കടിയേറ്റാൽ ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രികൾക്കായി അലയേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നും ഇതിനായി കനിവ് 108 വിളിച്ചാൽ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ലഭ്യമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കാനാകും. നിലവിൽ സംസ്ഥാനത്ത് 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. ചില സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും ആന്റിസ്നേക്ക് വെനം ലഭ്യമാണ്. ആന്റിവെനം ഉണ്ടോ എന്ന് ഉറപ്പാക്കിയായിരിക്കും ആശുപത്രിയിൽ എത്തിക്കുക. മാത്രമല്ല പാമ്പ് കടിയേറ്റ് വരുന്ന വിവരം ആശുപത്രിയെയും അറിയിക്കാനാകും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളും ലാബ് പരിശോധനകളും അടിസ്ഥാനമാക്കി പ്രോട്ടോകോൾ പ്രകാരമാണ് ആന്റിവെനം നൽകുന്നത്. എല്ലാ ആശുപത്രികളിലും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനം വരുന്നതുവരെ പാമ്പ് കടിയേറ്റയാൾ 108 ടീമിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണം. അനാവശ്യ ഭീതി ഉണ്ടാക്കുകയോ അനാവശ്യ ചലനമുണ്ടാക്കുകയോ പാടില്ല. കടിയേറ്റ വ്യക്തിയെ എടുത്തോ സ്ട്രക്ചർ കിടത്തിയോ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുക എന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പാമ്പ് കടിയേറ്റ് കൊണ്ടുവരുമ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ DMOമാരുടെ യോഗം വിളിച്ചു ചേർത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി. പാമ്പ് കടിയേറ്റതാണോ എന്ന് തിരിച്ചറിയാൻ വൈകരുത്. അത്യാഹിത വിഭാഗത്തിൽ സംവിധാനങ്ങൾ സജ്ജമായിരിക്കണം. ആവശ്യമെങ്കിൽ ജീവനക്കാർക്ക് വേണ്ട പരിശീലനം നൽകണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് 4 മരണമാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത്. ഇതിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആശുപത്രികൾക്കെതിരെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. ചിറയൻകീഴിലെ 8 വയസ്സുകാരന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അധികൃതരുടെ വാദം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണെന്നും സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിലെ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. ഉടൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ അയച്ചെങ്കിലും ദിക്ഷലിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നാലെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടിയിരുന്നു. ചികിത്സാ വീഴ്ച ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെ DMO ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ആന്റിവെനം ആവശ്യത്തിന് ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യാവസ്ഥ മോശമാകുന്നത് കണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തതെന്നും സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. എന്നാൽ കാലിലൂടെ എന്തോ ഇഴഞ്ഞെന്ന കുട്ടി പറഞ്ഞിരുന്നുവെന്നും വിഷബാധയുടെ ലക്ഷണങ്ങൾ കുട്ടി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അത് തിരിച്ചറിയുന്നതിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്നും ആരോപിക്കുകയാണ് കുടുംബം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മുഖ്യമന്ത്രി ആരെ എന്ന ചർച്ചകൾക്ക് ഹൈക്കമാൻഡ് കടിഞ്ഞാണിട്ടതൊക്കെ വെറുതെയായി. മുഖ്യമന്ത്രി കസേരയ്ക്കായി പോരാട്ടം തുടരുകയാണ് നേതാക്കൾ. 2021 തിരഞ്ഞെടുപ്പിലും ഈ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയ പുതുമയൊന്നുമല്ല. മുഖ്യമന്ത്രി കസേരയ്ക്കായി KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ പട്ടികയിൽ പേരുകൾ നീണ്ടതാണ്. അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിൽ പ്രതിച്ഛായ കൂട്ടാനുള്ള നേതാക്കളുടെ മത്സരവും തുടരുന്നു. ജനനായകൻ ഡോക്യുമെന്ററിക്ക് പിന്നാലെ കേരള യാത്ര എന്ന പോഡ്കാസ്റ്റുമായി രമേശ് ചെന്നിത്തല, ഒപ്പം പുസ്തക രൂപത്തിലും വീഡിയോ രൂപത്തിലും VD സതീശനും KC വേണുഗോപാലും സജീവമായി തന്നെ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളിൽ താല്പര്യമില്ല എന്നാണ് KC വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചർച്ചകളോട് താല്പര്യമില്ല എന്നാണോ അതോ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല എന്നാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നായിരുന്നു KCയുടെ മറുപടി. ഉയരുന്ന ചോദ്യം ഹൈക്കമാൻഡ് പിന്തുണ ആർക്ക് എന്നതാണ്. റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി ചർച്ചകൾ മറ്റൊരു തലത്തിലേക്കാണ് കടന്നിരിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിച്ഛായ കൂട്ടാനുള്ള മത്സരമാണ് നേതാക്കൾക്കിടയിൽ നടക്കുന്നത്. ഇതിനായി വീഡിയോകളും ഡോക്യുമെന്ററികളും പോഡ്കാസ്റ്റുകളും ഉൾപ്പെടെ പ്രചരിപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ജനനായകൻ എന്ന പേരിൽ ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിന് പിന്നാലെ ഇപ്പോൾ രമേശ് ചെന്നിത്തല വികസന പോഡ്കാസ്റ്റുമായി രംഗത്ത് വന്നു. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുമല്ല, കേരളത്തെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് എൻ്റെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും സ്വപ്നങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഈ യാത്ര. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയ നേട്ടമോ വിവാദമോ ഇതിനു പിന്നിലില്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ലോക പുസ്തക ദിനത്തിൽ തന്റെ പാർലമെന്ററി പ്രസംഗങ്ങളുടെ സമാഹാരം നേരിനൊപ്പം പോരാട്ടങ്ങൾ നിലപാടുകൾ എന്ന പേരിലാണ് പുസ്തകമായി പുറത്തിറക്കിയത്. ഇതിനു പിന്നാലെ KCയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയും VD സതീശന്റെ നിയമസഭാ പ്രസംഗങ്ങളും തയ്യാറെടുക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ നൽകും. അൺഫിലിറ്റ്, മെയ് 4 വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നേതാക്കൾക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൂടെ തന്നെയും മുഖ്യമന്ത്രി കസേരയ്ക്കായി അടിപിടി തങ്ങളാൽ കഴിയുന്നത് നേതാക്കൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹൈക്കമാൻഡ് കടിഞ്ഞാൺ വിഫലമാകുന്നു. ഈ പോഡ്കാസ്റ്റുമായി രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തുന്നു. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല എന്ന് KC പക്ഷം. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കരുതെന്ന മുന്നറിയിപ്പാണ് ലീഗ് നൽകുന്നത്. അൺഫിലിറ്റ്, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അതായത് പോളിംഗ് കഴിഞ്ഞ് അന്നു മുതൽ തന്നെ കോൺഗ്രസ് തുടങ്ങിയതാണ് ആരാകും മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ചർച്ചകൾ. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തോളം കഴിഞ്ഞിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലം വരിക. ഈ ഏറെക്കുറെ 1 മാസക്കാലവും കോൺഗ്രസിനുള്ളിൽ 3 നേതാക്കന്മാരെ, ആദ്യം VD സതീശനും രമേശ് ചെന്നിത്തലയുമായിരുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ KC വേണുഗോപാൽ കടന്നു വരുന്നു. ഈ 3 നേതാക്കളും ഗ്രൂപ്പ് തിരിഞ്ഞ് ഇവരുടെ അനുയായികളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ചില നേതാക്കന്മാരൊക്കെ പരസ്യമായി തന്നെ ഇന്ന നേതാവ് മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ മറ്റേ ആൾക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യത എന്ന രീതിയിൽ ചില മുതിർന്ന നേതാക്കളടക്കം പരസ്യമായി രംഗത്ത് വരുന്നു. K സുധാകരന്റെ പോസ്റ്റൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ പോര് ഇടപെടാൻ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുന്നു, താക്കീത് നൽകുന്ന ആ ഒരു സാഹചര്യം വരെ എത്തി. പക്ഷെ അപ്പോഴും പോര് അവസാനിപ്പിക്കുന്നില്ല. അത് മറ്റൊരു തലത്തിലേക്കാണ് കടക്കുന്നത്. അതായത് തങ്ങളുടെ പ്രതിച്ഛായ കൂട്ടാനുള്ള ഒരു മത്സരം. എന്തായാലും UDF അധികാരത്തിൽ വരുമെന്ന രീതിയിൽ അവർ ഉറപ്പിച്ചിരിക്കുകയാണ്, 100% ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, ഒരു 10-ൽ താഴെ ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ. പക്ഷേ അതിൻ്റെ അവസാന ലാപ്പിൽ ഇവർ 3 പേരും തമ്മിൽ ഒരു പ്രതിച്ഛായ കൂട്ടാനുള്ള മത്സരം. അതൊരു ഡോക്യുമെൻ്ററി ആയാലും പുസ്തക രൂപത്തിലൊക്കെ ആയാലും അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രമേശ് ചെന്നിത്തല പോഡ്കാസ്റ്റുമായി രംഗത്ത് വരുന്നത് വികസനം, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകൾ, തൻ്റെ പ്രസംഗങ്ങളാണ്. നിയമസഭയിൽ താൻ നടത്തിയ പ്രസംഗങ്ങളുടെ ഒരു പുസ്തകമാണ് VD സതീശൻ രംഗത്തിറക്കാൻ പോകുന്നത്. ഒപ്പം പാർലമെൻ്ററി രംഗത്ത് തങ്ങളുടെ മികച്ച പ്രസംഗങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടൊരു പുസ്തകമാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലും വീഡിയോകൾ, അപ്പോൾ ഇത്തരം വീഡിയോകളും അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും ഒക്കെ തന്നെയും അവരവരുടെ ഹാൻഡിലുകളൊക്കെ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും ഇത് തമ്മിൽ തർക്കം മറ്റൊരു തലത്തിലേക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ രീതിയിൽ കോൺഗ്രസ് ഈ രീതിയിൽ പരസ്പരം പോരടിക്കുന്നു. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇതൊരു പോര് തന്നെയാണ്. ഇതിൽ ഘടകകക്ഷികളൊക്കെ തന്നെ വലിയ രീതിയിൽ അതൃപ്തമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തന്നെ ഇങ്ങനെ കോൺഗ്രസ് ഈ രീതിയിലൊരു മറ്റുള്ളവരെ കൊണ്ടൊരു ചർച്ചയാക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന രീതിയിലാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ തങ്ങളൊക്കെ തന്നെ ഇന്ന് പ്രതികരിക്കുന്ന ആ രീതിയിലായിരുന്നു. അതോടൊപ്പം മറ്റു ഘടകകക്ഷികൾക്ക് തന്നെ വലിയ രീതിയിൽ ഇതിൽ അതൃപ്തിയും വിയോജിപ്പും ഒക്കെ ഉണ്ട്. അതേസമയം ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ ഇങ്ങനെ തർക്കിക്കുന്നതിനിടെ ഹൈക്കമാൻഡ് വലിയ രീതിയിൽ വിയോജിപ്പുണ്ട്. അതേസമയം KC വേണുഗോപാൽ അടക്കമുള്ള ഈ നേതാക്കളൊന്നും തന്നെ പരസ്യമായി ഇവരോട് ചോദിക്കുമ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇതിനകത്ത് വ്യക്തമായൊരു മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് KC വേണുഗോപാൽ, അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് പോലും KC വേണുഗോപാലിൻ്റെ പേര് പോലും ഈ രീതിയിൽ കടന്നു വരുമ്പോൾ ഒരു തവണ പോലും അദ്ദേഹം ആവർത്തിച്ച് മാധ്യമങ്ങൾ ഓരോ ദിവസവും അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും താൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഹൈക്കമാൻഡ് പോലെ ഈ ഒരു വിഷയത്തിൽ നേതാക്കന്മാർ തമ്മിലടിക്കുന്ന മറ്റൊരു തലത്തിൽ ഈ ചർച്ചയൊക്കെ ആക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് തന്നെയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ആ ദിവസമെങ്കിലും ഈ രീതിയിലുള്ള മത്സരം ഇവർ അവസാനിപ്പിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതേസമയം CPM-ഉം BJP-യും ആകട്ടെ ഈ തമ്മിലടി കണ്ട് വലിയ രീതിയിൽ തന്നെ പരിഹാസവുമായി രംഗത്തുമുണ്ട്. അശ്വതി, അതുതന്നെയാണ് അൺഫിൽറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള അടിപിടി തർക്കം കോൺഗ്രസിൽ മുറുകുകയാണ്. വിവരങ്ങളാണ് അൺഫിൽറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം തുടരുന്നതിനിടെ മലപ്പുറത്ത് VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി അഭിവാദ്യം ചെയ്ത് ഫ്ലക്സ് ബോർഡ് ഉയർന്നു. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മുസ്ലിം ലീഗിലും അതൃപ്തി പുകയുകയാണ്.
ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. വിവിധ നേതാക്കൾക്കായി അരങ്ങിലും അണിയറയിലുമായി വലിയ ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. ഇതിനിടെയാണ് മലപ്പുറത്ത് വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജനങ്ങളോടൊപ്പം നടന്നവൻ ജനങ്ങളെ നയിക്കട്ടെ എന്ന് ബോർഡിൽ പറയുന്നു. കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ നേതാക്കളെ കേന്ദ്രീകരിച്ചു നടക്കുന്ന ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ UDF-ൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മെയ് 4-ന് ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോട് കൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം കോൺഗ്രസ് ആ കാര്യത്തിൽ എടുക്കും എന്ന് തന്നെ മുസ്ലിം ലീഗ് ഉറച്ച് വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പരസ്യ പ്രതികരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. വിഷയത്തിൽ അജയ് തറയിലിന്റെ പ്രതികരണം നോക്കാം. മുൻകാലങ്ങളിൽ സമര രംഗങ്ങളിൽ സജീവമായവരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പറയുന്നു. ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുയർന്നു വന്നവർ വേണം ഭരണതലപ്പത്തേക്ക് എത്തേണ്ടത്. തന്റെ സ്വപ്നത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പറഞ്ഞില്ല, എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നൊരു സ്വപ്നമാണ് ഞാൻ പങ്കുവച്ചത്. അത് തീർച്ചയായിട്ടും അങ്ങനെ വളർന്നു വന്ന ഒരാളാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. ജനകീയനായ ഒരു നേതാവായി ഇത് മാറുമായിരുന്നു. ജനകീയനായ മുഖ്യമന്ത്രിയാകും. അതുകൊണ്ടാണ് ആരായിരിക്കണം എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയുള്ള ആളാകണം എന്നൊരു അഭിപ്രായം ഞാൻ BJP കോൺഗ്രസ് ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നാദാപുരം, വടകര മണ്ഡലങ്ങളിൽ UDF-ന് വേണ്ടി BJP വോട്ട് മറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതാക്കളെ പുറത്താക്കിയിട്ടുണ്ട്. കോലിബി സഖ്യത്തിന്റെ പാതയിലാണ് BJP കോൺഗ്രസ് ഡീലെന്നും ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലാണ് ഡീൽ നടന്നതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. സ്ഥാനാർത്ഥികൾ വിജയിച്ചത് അതേ മണ്ണിലാണ് ഇത്തരമൊരു കൂട്ടുകെട്ട് BJP-യിലെ ഒരു വിഭാഗത്തെ UDF-ന്റെ ഭാഗമായി ചേർത്ത് നിർത്തി പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുള്ളത്. ഷാഫി പറമ്പലും പാറക്കൽ അബ്ദുള്ളയുമാണ് ഇത്തരം ഒരു ഡീലിന് നേതൃത്വം നൽകിയത് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള പരിശ്രമങ്ങളും നടന്നു വരികയാണ്. LDF പ്രവർത്തകർക്കെതിരെ വോട്ടിന് നോട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു മെസ്സഞ്ചർ വഴി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സിഒന്റെ കയ്യിലെത്തും. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും കമന്റ് ചെയ്യുന്നില്ല. കാരണം ഈ വിഷയം ഇപ്പം ഓൾറെഡി പോലീസിന്റെ എൻക്വയറിയുടെ കീഴിലുള്ളതാണ്. സിഒന്റെ ഓഫീസിലും അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കേസാണ്. അപ്പം കൂടുതൽ ഞാൻ അതൊന്നും പറയുന്നില്ല. ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിന്റെ പക്ഷേ എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് പറ്റില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാനുള്ള പ്രമേയമായാണ് കത്ത് നൽകിയത്. ജ്ഞാനേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകളും ആരോപണങ്ങളും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിഷേധിക്കാനാകാത്ത 9ഓളം ഗുരുതരമായ കുറ്റങ്ങൾ രേഖാമൂലം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. പാർട്ടി പിളർത്തി രാഘവ് ചദ്ദ ഉൾപ്പെടെ രാജ്യസഭാ എംപിമാർ BJP-യിൽ ചേർന്നു. രാജ്യസഭയിലെ 3/2 ഭൂരിപക്ഷം എംപിമാരും BJP-യിൽ ലയിക്കുകയാണെന്നും രാജ്യമല്ല മറിച്ച് വ്യക്തി താൽപര്യങ്ങളാണ് ഇപ്പോൾ ആം ആദ്മിയെ നയിക്കുന്നതെന്നും രാഘവ് ചദ്ദ വ്യക്തമാക്കുന്നു. ഇനിയും നിരവധി നേതാക്കൾ BJP-യിൽ ചേരുമെന്നാണ് സൂചന. കുറച്ചുകാലങ്ങളായി ആം ആദ്മി പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കലാപം പൊട്ടിത്തെറിയിലെത്തിച്ചുകൊണ്ടാണ് രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള എംപിമാർ രാജിവെച്ച് BJP-യിൽ ചേർന്നത്. ഡൽഹിയിൽ BJP ആസ്ഥാനത്തെത്തിയ രാഘവ് ചദ്ദ എംപിമാരായ സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവരെ BJP അധ്യക്ഷൻ നിതിൻ നബീൻ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. ഭരണഘടനാപരമായ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തി ആം ആദ്മിയുടെ രാജ്യസഭാ എംപിമാരിൽ 2/3 ഭാഗവും BJP-യിൽ ലയിക്കാൻ തീരുമാനിച്ചതായും ചദ്ദ അറിയിച്ചു. രാജ്യമെല്ലാം മറിച്ച് വ്യക്തി താൽപര്യങ്ങളാണ് ഇപ്പോൾ ആം ആദ്മിയെ നയിക്കുന്നത്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നതിന് രൂപം കൊണ്ട ആം ആദ്മിക്ക് രാഷ്ട്രീയ മൂല്യം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. वो आम आदमी पार्टी आज पूरी तरीके से अपने सिद्धांतों से, अपने मूल्यों से,
अपने कोर मॉरल और वैल्यूज से भटक चुकी है और अब ये पार्टी देश के लिए नहीं, देश के हित के लिए नहीं, बल्कि अपने पर्सनल फायदे के लिए काम कर रही है. സ്വാതി മലിവാൾ, ഹർഭജൻ സിംഗ്, രജീന്ദർ ഗുപ്ത, വിക്രംജീത് സിംഗ് സാഹ്നി എന്നിവരും പാർട്ടി വിട്ട് BJPയിൽ ചേരുമെന്നും രാഘവ് ചദ്ദ അറിയിച്ചു. രാഘവ് ചദ്ദയെ രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് നേരത്തെ നീക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ BJP വിജയം ഉറപ്പിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പുകളിൽ അക്രമ സംഭവങ്ങൾ കുറയ്ക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഉയർന്ന പോളിംഗിന് കാരണമെന്നും BJP തകർന്നടിയുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. 93% പോളിംഗാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ബംഗാളിൽ രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത്. SIR നടപടികൾക്ക് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ 92.72% പോളിംഗ് രേഖപ്പെടുത്തി. തപാൽ സർവീസ് വോട്ടുകളുടെ എണ്ണം കൂടി ചേരുന്നതോടെ വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82.3% പോളിംഗ്. SIR നടപടികളിലൂടെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കിയതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയതുമാണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. SIRലൂടെ 11% വോട്ടുകൾ ബംഗാളിൽ നീക്കം ചെയ്തിരുന്നു. മമതാ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കാനാണ് ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതെന്ന് കൊൽക്കത്തയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ BJP വിജയം ഉറപ്പിച്ചുവെന്നും ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. बंगाल के प्रथम चरण के मतदाताओं ने स्पष्ट कर दिया है कि बंगाल भी उसमें जुड़ने जा रहा है. 16 जिलों की 52 सीटों पर 92.98% मत ये निश्चित रूप से बताता है ബംഗാളിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ഉയർന്ന പോളിംഗ് ശതമാനം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. BJPയുടെ പൂർണ്ണ തകർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും മമതാ ബാനർജി പറഞ്ഞു. 294 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഈ മാസം 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സമാധാനം അകലെയോ? പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. 23 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ സൈനിക വിന്യാസവുമായി അമേരിക്ക. 3 വിമാനവാഹിനി കപ്പൽ. ഇറാൻ അതിർത്തിയിൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന നിർബന്ധം തനിക്കില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനും റഷ്യയും ഒമാനും സന്ദർശിക്കും. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇറാനെതിരെ സൈനികമായി കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്കയുടെ ശ്രമം. നാവിക ഉപരോധം നീക്കാതെ ഒരു നീക്കുപോക്കിനും തങ്ങൾ തയ്യാറല്ലെന്ന ഇറാൻ ആവർത്തിക്കുമ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് ഇറാനെതിരെ അമേരിക്ക തീർക്കുന്നത്. 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് 3 US വിമാനവാഹിനി കപ്പലുകൾ ഒരേ സമയം ഈ മേഖലയിൽ വിന്യസിക്കപ്പെടുന്നത്. വെടിനിർത്തൽ നീട്ടിവെക്കാനും ചർച്ചകൾ തുടരാനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെങ്കിലും സൈനികമായി ഒട്ടും പിന്നോട്ടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. നിലവിലെ വെടിനിർത്തൽ കാലാവധി നീട്ടിയെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സമാധാന നിർദ്ദേശങ്ങൾ വന്നില്ലെങ്കിൽ ഈ സൈനിക സന്നാഹം കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന സൂചന. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രത്യേക നയതന്ത്ര സംഘത്തോടൊപ്പം ഉടൻ പാകിസ്ഥാനിലെത്തും. ഇസ്ലാമാബാദ്, മസ്കറ്റ്, മോസ്കോ എന്നിവിടങ്ങളിലേക്കുള്ള പ്രാദേശിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് അറാഗ്ചി പാകിസ്ഥാനിലെത്തുക. അമേരിക്കൻ സുരക്ഷാ സംഘം ഇതിനകം തന്നെ ചർച്ചകൾക്കായി പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. നേരത്തെ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്താത്ത സാഹചര്യത്തിൽ ഒരു വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള രണ്ടാമത്തെ ശ്രമമാണിത്. മേഖലയിലെ സമാധാനം വീണ്ടെടുക്കുന്നതിനായി റഷ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇറാൻ ആശയവിനിമയം നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കാൻ ഈ നയതന്ത്ര ഇടപെടലുകൾ വഴി സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം അമേരിക്കയുടെ നിലവിലെ സൈനിക നീക്കം അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസി സതീശൻ മരിച്ചു. 90% പൊള്ളലേറ്റ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം
15 വെടിക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 13 വർഷത്തിലേറെ പ്രവർത്തന പരിചയമുണ്ടായിരുന്ന ആളാണ് സതീശൻ. അതേസമയം മുണ്ടത്തിക്കോട് ഇന്ന് നടത്തിയ തിരച്ചിലിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. തൃശൂർ പൂരത്തിലെ ആദ്യ സൗഹൃദ വെടിക്കെട്ടൊരുക്കിയത് സതീശനായിരുന്നു. പാറമേക്കാവിനും തിരുവമ്പാടിക്കുമായാണ് അന്ന് വെടിക്കെട്ടൊരുക്കിയത്. പിതാവ് മണിപ്പാപ്പന്റെ പാത പിന്തുടർന്നാണ് സതീശൻ വെടിക്കെട്ട് രംഗത്തേക്ക് വന്നത്. വർഷങ്ങളായി തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസിയായിരുന്നു മണിപ്പാപ്പൻ. അച്ഛന്റെ മരണത്തെ തുടർന്നാണ് സതീശൻ വെടിക്കെട്ട് നടത്തിപ്പ് ഏറ്റെടുത്തത്. ഉത്രാളിക്കാവ്, കുറ്റിയങ്കാവ് പൂരങ്ങളിലെ വെടിക്കെട്ടുകൾ ചെയ്ത കൈവഴക്കമെന്ന വ്യക്തിയാണ് ഇദ്ദേഹം. തൃശൂരിലും മറ്റ് പ്രദേശങ്ങളിലും പ്രധാന പൂരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി കൂടിയാണ് സതീശൻ. മണി ഫയർ വർക്ക്സ് എന്ന പേരിലാണ് ഇവരുടെ വെടിക്കെട്ട് നിർമ്മാണശാലയുടെ ലൈസൻസ്. ഇതോടെ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15 അതേസമയം മുണ്ടത്തിക്കോട് ഇന്ന് നടത്തിയ തിരച്ചിലിലും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പലതും തെരുവ് നായ്ക്കൾ കടിച്ച നിലയിലായിരുന്നു. കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടുത്തിയായിരുന്നു തിരച്ചിൽ നാളെയും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. വെടിക്കെട്ട് ഒഴിവാക്കിയാണ് ഇത്തവണ തൃശൂർ പൂരം നടക്കുക. നാളെയാണ് പൂരവിളംബരം. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കരുത് എന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ല എന്ന് ഹൈക്കോടതി. ഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാൻ മാറ്റി. കടുത്ത ചൂടിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയപ്രദർശനം പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി KV വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരവാഹികളും തട്ടകക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നുവരെ തിരുവമ്പാടി വിഭാഗം ദുഃഖാചരണം നടത്തുന്നതിനാൽ നാളെ മാത്രമേ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനമുണ്ടാകൂ. നാളെയാണ് പൂര വിളംബര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ നടന്ന സർക്കാർ ഉന്നതതല യോഗത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കാനും കുടമാറ്റം സമയം ചുരുക്കി നടത്താനുമാണ് തീരുമാനം. അതേസമയം പൂരത്തിന്റെ മറ്റെല്ലാ ചടങ്ങുകളും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടക്കും. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വെടിക്കോപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ വെടിമരുന്ന് എന്ത് ചെയ്യണമെന്ന് PSOയുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ. 1000 കിലോയോളം വെടിമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രേഖകൾ ലഭിച്ചില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും കളക്ടർ പറഞ്ഞു. അത് ഇന്നലെ നമ്മളൊരു കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയിരുന്നു. കാരണം ഒരു അതിൽ എന്തെങ്കിലും ബാൻഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രൈമറിലി. റവന്യൂ സ്റ്റാഫും അതിന്റെ ഭാഗമായിരുന്നു. അപ്പം എന്തെങ്കിലും ബാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിന് ലാബിൽ കൊടുത്തിട്ടുണ്ട്. 2 ദിവസം എടുക്കും അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നതിന്. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 11 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് മന്ത്രി VN വാസവൻ. 29 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. അതിന്റെ DNA പരിശോധന നടക്കുന്നു. 4 പേരുടെ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. സംഭവ സമയത്ത് മൊത്തം 38 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം നഷ്ടമായി. 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുവെന്നും മന്ത്രി പറഞ്ഞു.